ATM കാർഡ് ഉപയോഗിച്ചാൽ ലക്ഷങ്ങളുടെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. ബാങ്ക് അക്കൗണ്ടുള്ള മിക്കവാറും എല്ലാവർക്കും തന്നെ ATM കാർഡ് അഥവാ ഡെബിറ്റ് കാർഡും ഉണ്ടാകും. എന്നാൽ ഈ കാർഡിന്റെ ഉടമയ്ക്ക് ലക്ഷങ്ങളുടെ അപകടമരണ ഇൻഷുറൻസ് കവറേജ് ഉള്ള കാര്യം പലർക്കും അറിയില്ല. കാർഡ് ഉപയോഗിച്ച് വാങ്ങുന്ന സാധനങ്ങൾക്കുമുണ്ട് പരിരക്ഷ. ഉദാഹരണത്തിന് വിമാനത്തിലല്ലാതെ അപകടമരണം സംഭവിച്ചാൽ 2 ലക്ഷം മുതൽ 20 ലക്ഷം വരെ ഇൻഷുറൻസ് പരിരക്ഷ SBI നൽകുന്നുണ്ട്. അപകടം നടന്ന ദിവസത്തിന് മുൻപ് 90 ദിവസത്തിനുള്ളിൽ ഒരിക്കലെങ്കിലും ATM കാർഡ് ഉപയോഗിച്ച് ഇടപാട് നടത്തിയിരിക്കണമെന്നു മാത്രം. കാർഡ് ഉപയോഗിച്ച് വാങ്ങിയ സാധനങ്ങൾ നഷ്ടപ്പെടുകയോ മോഷ്ടിക്കുകയോ ചെയ്താലും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. ശമ്പള അക്കൗണ്ട് ഉടമകൾക്ക് കൂടുതൽ തുകയുടെ പരിരക്ഷ ലഭിക്കും. കാർഡ് ഉടമയ്ക്ക് അപകടമരണം സംഭവിച്ചാൽ 2 കുടുംബാംഗങ്ങൾക്ക് ആശുപത്രിയിലെത്താനുള്ള ചെലവും മൃതദേഹം വീട്ടിലെത്തിക്കാനുള്ള ചെലവും ബാങ്ക് വഹിക്കും. ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് വിമാന ടിക്കറ്റ് എടുക്കുന്നവരുടെ ചെക്ക് ഇൻ ബാഗേജ് നഷ്ടപ്പെട്ടാൽ 25,000 രൂപ വരെ നഷ്ടപരിഹാരം ബാങ്കിൽ നിന്ന് ലഭിക്കും. മിക്കവാറും എല്ലാ ബാങ്കുകൾക്കും ഇത്തരം സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷയുണ്ട്. ATM കാർഡ് ഇൻഷുറൻസ് പ്രത്യേകം അപേക്ഷ വേണ്ട. കാർഡ് ഉപയോഗിച്ച് തുടങ്ങുന്നതോടെ പോളിസിയും പ്രാബല്യത്തിലാകും. ATM കാർഡ് അഥവാ ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർക്ക് ബാങ്കുകൾ നൽകുന്ന സൗജന്യ അപകട ഇൻഷുറൻസ് പോളിസിക്കായി പ്രത്യേകം അപേക്ഷ നൽകേണ്ടതില്ല. കാർഡ് ഉപയോഗിച്ച് തുടങ്ങുന്നതോടെ പോളിസിയും പ്രാബല്യത്തിലാകും. അപകടമരണമോ സാരമായ അംഗവൈകല്യമോ സംഭവിച്ചാൽ ഇൻഷുറൻസ് പരിരക്ഷയ്ക്കായി ബാങ്കിനെ സമീപിക്കാം. ബാങ്കിന്റെ രേഖകൾ കൂടിച്ചേർത്താണ് ഇൻഷുറൻസ് തുകയ്ക്കായി ഇൻഷുറൻസ് കമ്പനിയെ സമീപിക്കേണ്ടത്. ഓരോ ബാങ്കും വെവ്വേറെ ഇൻഷുറൻസ് കമ്പനികളുമായി കരാർ ഉണ്ടാക്കിയിരിക്കുന്നതിനാൽ ബാങ്കിൽ നിന്ന് ഇൻഷുറൻസ് കമ്പനിയുടെ വിവരങ്ങൾ ശേഖരിക്കേണ്ടി വരും. റിസർവ് ബാങ്കിന്റെ കണക്കുകൾ പ്രകാരം 90 കോടിയോളം പേരാണ് രാജ്യത്ത് ATM കാർഡ് ഉപയോഗിക്കുന്നത്. എല്ലാത്തരം ATM കാർഡുകൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ഇല്ല. എങ്കിലും നല്ലൊരു പങ്ക് ബാങ്കുകളും അവരുടെ മിക്കവാറും എല്ലാ കാർഡുകൾക്കും സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നു. വിവിധ ബാങ്കുകളുടെ വെബ്സൈറ്റിൽ നിന്ന് ഇൻഷുറൻസ് ലഭിക്കുന്ന ഇനം കാർഡുകളെയും ഇൻഷുറൻസ് തുകകളെയും കുറിച്ചുള്ള വിവരങ്ങൾ അറിയാം. ഇൻഷുറൻസ് പരിരക്ഷയുള്ള ക്രെഡിറ്റ് കാർഡുകളുമുണ്ട്. അപകടമരണം സംഭവിച്ചാൽ എന്താണ് തുടർ നടപടി എന്ന് ചോദിച്ചാൽ അപകടത്തിന് മുൻപ് 90 ദിവസത്തിനുള്ളിൽ കാർഡ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം. എങ്കിലേ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കൂ. അപകടമരണമോ അപകടം കാരണം സാരമായ അംഗവൈകല്യമോ സംഭവിച്ചാൽ 90 ദിവസത്തിനുള്ളിൽ ഇൻഷുറൻസ് തുകയ്ക്കായി അപേക്ഷിക്കണം. അപകടത്തിൽപ്പെട്ട ആളുടെ പേരിലായിരിക്കണം ATM കാർഡ്. അപേക്ഷയ്ക്കൊപ്പം എന്തൊക്കെ രേഖകൾ നൽകണമെന്ന് ചോദിച്ചാൽ മരണ സർട്ടിഫിക്കറ്റ്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, അംഗവൈകല്യം സംഭവിച്ചാൽ മെഡിക്കൽ റിപ്പോർട്ട്, FIRന്റെ പകർപ്പ്, ATM കാർഡിന്റെ നമ്പർ, അക്കൗണ്ട് ഉടമയുടെയും നോമിനിയുടെയും ആധാർ, ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്ക്, 90 ദിവസത്തിനുള്ളിൽ ഇടപാട് നടന്നതെന്ന് സ്ഥിരീകരിക്കുന്ന ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് ഇവയാണ് പൊതുവായി നൽകേണ്ട രേഖകൾ. ചില ബാങ്കുകൾ സ്വീകരിക്കുന്ന രേഖകളിൽ മാറ്റങ്ങളും ഉണ്ടാകാം. ഒന്നിലേറെ കാർഡുകൾ ഉണ്ടെങ്കിൽ ഓരോ കാർഡിനും വെവ്വേറെ പരിരക്ഷ ലഭിക്കുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. എല്ലാ കാർഡുകൾക്കും ഇൻഷുറൻസ് പരിരക്ഷയുണ്ടാകാം. എന്നാൽ ഒരു കാർഡിന് മാത്രമേ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനാകൂ. ഏറ്റവും കൂടുതൽ പരിരക്ഷ ലഭിക്കുന്ന കാർഡിന്റെ ഇൻഷുറൻസിനായി അപേക്ഷിക്കുന്നതാണ് നല്ലത്. എല്ലാത്തരം ഇടപാടുകളും 90 ദിവസത്തിനുള്ളിലെ ഇടപാടായി കണക്കാക്കും. തീർച്ചയായും ATMൽ നിന്നും പണം പിൻവലിക്കുന്നത് മാത്രമല്ല, കാർഡ് ഉപയോഗിച്ചുള്ള സാധനം വാങ്ങൽ, ടിക്കറ്റ് ബുക്കിംഗ്, ഓൺലൈൻ പർച്ചേസ് തുടങ്ങി എല്ലാം ഇടപാടായി കണക്കിലെടുക്കും. ബാങ്ക് അക്കൗണ്ടിലെ നോമിനിയാണ് അപേക്ഷ നൽകേണ്ടത്. നോമിനിയെ നിശ്ചയിച്ചില്ലെങ്കിൽ നിയമാനുസൃത അവകാശിക്ക് അപേക്ഷിക്കാം. അപകടം നടന്ന് ഏറെ നാൾ ചികിത്സയിൽ കിടന്ന ശേഷം മരിക്കുന്നവർക്കും അംഗവൈകല്യം സംഭവിക്കുന്നവർക്കും ഇളവ് ലഭിക്കും. അത് തെളിയിക്കുന്ന മെഡിക്കൽ രേഖകൾ ഹാജരാക്കിയാൽ മാത്രം മതി.